ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള കാർത്തിക് ബ്രോയുടെ വണ്ടി ടൈം സ്പീഡ് 400. അപ്പം അതൊന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഇതിൻ്റെ നോർമൽ മോഡൽ, ആദ്യത്തെ മോഡൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ T4 മോഡലാണ്. ഇതിന് എൻജിനൊക്കെ മാറ്റമുണ്ട്, അതായത് പവറൊക്കെ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 30 PHP പവർ എന്തേ ഉള്ളൂ. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം നല്ല രീതിക്ക് ലോയൻ്റ് ഉണ്ട്, നല്ല ലോയൻ്റ് ഉണ്ട്. അതുപോലെ എൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ ഇത് നല്ല സ്മൂത്താന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുമ്പം ലെഗ് ഇച്ചിരി സ്പോർട്ടിയും, അതുപോലെ നമ്മുടെ ഹാൻഡിലൊക്കെ ഇച്ചിരി അപ്പർ ബോഡി ഇച്ചിരി റിലാക്സ്ഡും, ഇച്ചിരി നല്ല രീതിയിൽ റിലാക്സ്ഡാണ്. കൈയൊക്കെ ഭയങ്കര റിലാക്സ്ഡാണ്, ഹാൻഡിലൊക്കെ ഇങ്ങനെ കയറിയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ നോർമൽ സ്പീഡ് 400-ന് ഹാൻഡിൽ ഇച്ചിരി വൈഡാണെന്നൊരു ഫീലുണ്ട്. അതെൻ്റെ ഫീല് മാത്രമാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓടിച്ചിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേളിലായി, അതുകൊണ്ടാണോ എന്നറിയില്ല. ഗിയർ ഷിഫ്റ്റൊക്കെ നല്ല സ്മൂത്താണ്. അതുപോലെ ക്ലച്ചും ഭയങ്കര ലൈറ്റാണ് ഇപ്പം ഈ വണ്ടിക്ക്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും പറയുന്നില്ല. പിന്നെ മറ്റേതിന് ഇച്ചിരി ഗ്രണ്ടുള്ള സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നലാണോ എന്നറിയില്ല, ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് നാളായി ഓടിച്ചിട്ട്. ഇത് നല്ല സുഖമുണ്ട്, നല്ല സ്മൂത്താണ് വണ്ടി. എൻ്റെ സീറ്റിന് അത്രയും വീതിയില്ല, ബട്ട് കുഴപ്പമില്ല, ടൂറിംഗ് ഒക്കെ പോകാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർ ആണെങ്കിൽ സീറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ അവർക്ക് പക്ക കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെ ഒക്കെ അത്രയൊന്നും വീതിയുള്ള സീറ്റ് അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബ്രേക്കൊക്കെ നൈസാണ്. ഇതിൻ്റെ പെർഫോമൻസിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ റൈഡിങ് മോഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതിൽ സ്വിച്ചൊന്നും കാണുന്നില്ല. എന്തോ ഒരു ഇൻഫോ ബട്ടണൊക്കെ ഉണ്ട്, ചിലപ്പോൾ കാണും. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതേപോലെ ഇപ്പം നോർമൽ മോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് റേഡിയൽ ടയർ വരത്തില്ല. ഇതിനിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഇത് MRF സാപ്പറാണ്. അത് നൈലോൺ ടയറാണ്. അത് 140/70 ബാക്കും 110 ഫ്രണ്ടും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റേ റൈഡ് ബൈ വയർ വരുന്നില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് റൈഡ് ബൈ വയർ അല്ല, നോർമൽ കേബിളാണ്, നമ്മുടെ ആക്സലേറ്റർ കേബിളിൽ. അതും പവർ ഭയങ്കര ലീനിയറാണ്. എന്ന് വെച്ചാൽ ലോയിൻ്റ് ഉണ്ട്, പക്ഷേ ഇത് ലീനിയറായിട്ടാണ് പവർ ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ നോർമൽ സ്പീഡ് 400 ഓടിക്കുമ്പോൾ അതിനൊരു ചാട്ടം ഉണ്ടായിരുന്നു. ഒരു 2000 RPM കഴിയുമ്പോഴാണെന്ന് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിനൊരു ചെറിയൊരു ചാട്ടമുണ്ട്. അത് നമുക്ക് നല്ല രസമാണ്, ഭയങ്കര ലോയിൻ്റെ ടോർക്കുള്ള പോലെ ഫീൽ ചെയ്യും. ഇതിന് അത്രയും ഫീൽ ചെയ്യുന്നില്ല, ബട്ട് ഇതിനുണ്ട്. എൻ്റെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലോയിൻ്റെ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റേതിൻ്റെ അത്ര ഇല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അത് എൻജിൻ്റെ പവറും ടോർക്കും അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഈ വണ്ടിയുടെ മീറ്റർ എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് RPM മീറ്റർ ചെറുതും സ്പീഡോമീറ്റർ വലുതാണ്. പക്ഷേ അവർക്കത് ശരിക്കും പറഞ്ഞാൽ സ്പീഡോമീറ്റർ ഡിജിറ്റലാക്കിയിട്ട് ഒരു RPM മീറ്റർ കൊടുത്താൽ അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ നമുക്ക് RPM ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. കാരണം വണ്ടി ഓടിക്കുന്നവർക്കറിയാം, അത് ചില കാര്യങ്ങൾ അവർ RPM നോക്കി, ഇപ്പം ആ വണ്ടിയുടെ പവർ ഏതേറ്റവും കൂടുതൽ കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫുള്ള് കിട്ടുന്ന ഏത് RPM-ലാന്നൊക്കെ നമ്മൾ നോക്കും. അതുപോലെ ഏത് RPM ആണ് കംഫർട്ടബിൾ സ്പീഡ്, അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ RPM ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് ഭയങ്കര മൈന്യൂട്ടാണ്, കണ്ടില്ലേ, തീരെ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയ ഇഷ്യൂ തോന്നിയെന്ന് വെച്ചാൽ, അത് ഇഷ്യൂ എനിക്ക് മാത്രമേ അത് ഇഷ്യൂ ആയിട്ട് തോന്നത്തുള്ളായിരിക്കും. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്. ഫ്രണ്ട് ടെലിസ്കോപ്പി കൂടെ കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അതായത് ഹൈ സ്പീഡ് കയറുമ്പം നമുക്ക് വണ്ടി ഭയങ്കര സോഫ്റ്റ് ആണെന്ന് തോന്നും. അത് എനിക്ക് തോന്നുന്നു ടെലിസ്കോപ്പ് സസ്പെൻഷൻ്റെ ആയിരിക്കണം.
പിന്നെ പുള്ളി പുറകിൽ നമ്മുടെ വലിയൊരു ലഗേജൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും കൂടെ കാണും. ബാക്ക് നല്ല സോഫ്റ്റാണ്, ബാക്ക് നല്ലോണം വേവ് ചെയ്യും, നമ്മൾ കോർണറൊക്കെ എടുക്കുമ്പോൾ എന്നൊക്കെ അറിയാൻ പറ്റും അത് അങ്ങനെ. പക്ഷെ അത് ഒരു പില്ലണെ വെച്ച് പോകുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രീലോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കും ആ ചെറിയ സ്റ്റിഫ്നെസ് വേണ്ടവർക്ക്, എനിക്ക് തോന്നുന്നു. അല്ലാതെ ഭയങ്കര കംഫർട്ടബിളാണ്, റോഡിലേക്ക് കുണ്ടും കുഴിയൊന്നും അറിയത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നല്ല ക്രോസ് വിൻഡ് ഇതിനെ അഫക്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ നേരെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതേ നിന്ന് ഇങ്ങോട്ട് മാറുമ്പം ഇതെല്ലാം ക്രോസ് വിൻഡ് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. എവിടെ ഒരു ഓപ്പൺ സ്പേസ് വന്നാലും നമ്മൾ കണ്ടോ, ഇവിടെയൊക്കെ നല്ലോണം അടിക്കും, നമ്മുടെ വണ്ടി ഒരു സൈഡിലോട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സ്ട്രെച്ചിലൊക്കെ ക്ലീൻ സ്ട്രെച്ചിലൊക്കെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി ഒരു സൈഡിലോട്ട് ഇങ്ങനെ അവിടെ നിന്ന് കാറ്റടിക്കുന്നുണ്ടാന്ന് തോന്നി, ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും തന്നെ, നമ്മളറിയാതെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. പക്ഷെ നല്ല കംഫർട്ടുണ്ട് കേട്ടോ, കംഫർട്ട് മീൻസ് ഇരിക്കാൻ നല്ല സുഖമുണ്ട്. ലെഗ് ഇച്ചിരി റിയർ സെറ്റാണ്, അതായത് നമ്മുടെ അപ്പർ ബോഡി വെച്ച് നോക്കുമ്പോൾ ലെഗ് റിയർ സെറ്റാണ്. ഏകദേശം നമ്മുടെ ഡ്യൂക്കിലൊക്കെ ഇരിക്കുന്നത് അത്ര റിയർ സെറ്റ് അല്ല, എന്നാലും വണ്ടിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ലോവർ ബോഡി നല്ല സ്പോർട്ടിയും അപ്പർ ബോഡി ഭയങ്കര റിലാക്സ്ഡുമാണ്. കണ്ടേ നല്ല ക്രോസ് വിൻഡ് ഉണ്ട്, അതുകൊണ്ട് ഈ ഞാൻ പറയുന്നതൊക്കെ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. വണ്ടി ഓടിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇതിൻ്റെ സ്മൂത്ത്നെസ് ആണ്. എന്നുവെച്ചാൽ കമ്പാരിറ്റീവ്ലി നല്ല സ്മൂത്താണ്, പ്രത്യേകിച്ച് 632 നിന്നൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കംഫർട്ടബിളാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. എന്നുവെച്ചാൽ ടൂറിങ്ങൊക്കെ പോകാനേ. എന്നാൽ നമുക്ക് ഈ ലെഗ് ഇച്ചിരി റിയർ സെറ്റ് ആയതുകൊണ്ട് തന്നെ ലെഗ് ഹോൾഡ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി ലെഗ് ഫോർവേഡായിട്ടിരിക്കുന്ന ബൈക്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് കിട്ടാറില്ല. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ക്ലാസിക് 350 എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ ഡൈനാമിക്സ് എനിക്കത് അത്ര സുഖമായിട്ട് തോന്നാറില്ല, കോൺഫിഡൻസ് തോന്നാറില്ല. അത് കംഫർട്ടബിളാണ്, പക്ഷേ ഇതതുകൊണ്ട് ലോവർ ബോഡിയൊക്കെ നല്ല കോൺഫിഡൻസും കിട്ടുന്നുണ്ട്, കംഫർട്ടബിളാണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇതിൻ്റെ സസ്പെൻഷൻ തന്നെ. ഈ കംഫർട്ട് കൂടുന്നതുകൊണ്ട് തന്നെ നല്ല വേവിയാണ് സസ്പെൻഷൻ. എന്നുവെച്ചാൽ ഇതുണ്ട് വണ്ടി ഭയങ്കര സ്റ്റേബിൾ. എൻ്റെ വണ്ടിയാണെങ്കിൽ ഇങ്ങനെ പോകും, ആ റോഡിൻ്റെ ലെവലിലായ്മ. പക്ഷേ ഇത് വണ്ടി സ്റ്റേബിളായിട്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കോർണറൊക്കെ എടുക്കുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് വേവിയായിട്ട് ഫീൽ ചെയ്യും. കുലുക്കമൊന്നും അറിയില്ല, പക്ഷേ വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് ചെറിയൊരു പ്രശ്നം തോന്നും. പിന്നെ മറ്റേ വണ്ടിക്ക് വരുന്ന ടയറാണ് ബെറ്റർ. ഇത് വളവ് വീശുമ്പോൾ വബ്ലിംഗ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അതൊന്നാമത് ഈ സസ്പെൻഷൻ്റെയും കൂടാണ്. ഇത് രണ്ടും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്കൊന്ന് മറ്റേ USD 4 വണ്ടിക്ക് ഇതിലും സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൂടെ കിട്ടത്തില്ലല്ലോ, കംഫർട്ടും പെർഫോമൻസും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടാം, അതുകൊണ്ടാണ്. പിന്നീട് ഇതിനൊരു ചെറിയ നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോണാണ്. അത് സൗണ്ട് കുറവായിട്ട് തോന്നി. അതായത് എന്തായാലും ഒരു 400cc അല്ലേ, ഇത് ഇച്ചിരി ഒരു സ്പീഡിലായിരിക്കുമല്ലേ വരുന്നതും, അല്ലെങ്കിൽ ആ ഒരു ഇതിപ്പോൾ ഒരു പക്ക ഒരു സ്കൂട്ടറിഷ് സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നു. ഞാൻ കളിയാക്കിയല്ല കേട്ടോ, അത് 310 ഓടിച്ചിട്ട് ഓടിക്കുമ്പോൾ വ്യത്യാസം അറിയാം. കാരണം ഇച്ചിരി ഒരു ഡ്യുവൽ ഹോണൊക്കെ കൊടുത്താൽ നൈസായിരുന്നു. ഇത് തീരെ സൗണ്ട് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. വണ്ടി നല്ലോണം സ്പീഡൊക്കെ കയറുന്നുണ്ട്, ലീനിയർ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പീഡൊക്കെ കയറും. പിന്നെ ആകെയുള്ളൊരു ഇഷ്യൂ ഈ വബ്ലിംഗ് ആണ്. വബ്ലിംഗ് നല്ലത്, അത് ബൗൺസിങ് ആണ്, സസ്പെൻഷൻ ബൗൺസ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്തോണ്ടാന്ന് തോന്നുന്നു. എനിക്കൊന്ന് മറ്റേ നോർമൽ സ്പീഡ് 400 ടൂറിങ്ങിനും എല്ലാത്തിനും കേപ്പബിളാണ്. ഇത് ഇച്ചിരി കമ്പ്യൂട്ടറിഷാണ്. വണ്ടി നല്ല സ്മൂത്താണ്, നല്ല റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാം. അതേപോലെ നല്ല സൗണ്ടുണ്ട്, എന്നുവെച്ചാൽ നല്ല എക്സോസ്റ്റ് നോട്ടാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരും കേൾക്കും. മറ്റുള്ളവർക്കും നമ്മുടെ ഡോമിനറിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ റോഡിൽ വേറെ ആൾക്കാർ നിൽക്കുമ്പോൾ അവർക്കും അവരെല്ലാം നോക്കും ഈ സൗണ്ട് മാത്രം കേട്ടിട്ട്. വണ്ടി പിന്നെ നല്ല നിമ്പിളാണ്, അതായത് നമുക്കിങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകാനും യൂ ടേൺ അടിക്കാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, അപ്പർ ബോഡി നല്ല റിലാക്സ്ഡ് ആണ്, ഹാൻഡിൽ നല്ല ആക്സസിബിളൊക്കെ ആയതുകൊണ്ട് വണ്ടി ഭയങ്കര നിമ്പിളായിട്ട് ഫീൽ ചെയ്യും.
പിന്നെ തന്നെ ഉണ്ടോ ഇത് ഗട്ടറിൽ ചാടിയാൽ ഇതിന് ബൗൺസിങ് ഇഫക്റ്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിങ്ങനെ തെറിച്ച് പോകുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും. അത് നോർമൽ ഡാമ്പിങ്ങിനേക്കാളും കൂടുതൽ ഇത് ഇച്ചിരി കൂടെ മേ ബി പുറകിൽ ലഗേജും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് ആ ഒരു ബാക്ക് നല്ലോണം ഡാം ഇങ്ങനെ മൂവ് ചെയ്യും. അല്ലാതെ ഓവറോൾ ഇത് ഒരു കമ്മ്യൂട്ടർ ബൈക്കിൽ ഇച്ചിരി പവർഫുൾ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളിയാണ്. ടൂറിങ് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ സ്പീഡ് 400 തന്നെ ആയിരിക്കും. കാരണം അതാണ് ഇച്ചിരി ബെറ്റർ. ഇത് പിന്നെ സിറ്റി യൂസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. ആ വർക്ക് ഇത് നല്ലോണം ചെയ്യും. മൈലേജും കൂടുതലുണ്ടെന്നാണ് ബ്രോ പറഞ്ഞത്. നോർമൽ സ്പീഡ് 400-നേക്കാളും മൈലേജും കിട്ടും. ആ ഒരു ഏകദേശം അതേ തന്നെ പെർഫോമൻസും കിട്ടും, ലുക്കും കിട്ടും, എല്ലാം ഉണ്ട്. ആകെ ഇങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോഴും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വണ്ടി ഓടിക്കുമ്പോഴും മാത്രമേ ഉള്ളതൊരു ഇതിനൊരു നെഗറ്റീവ് ഉള്ളത്. അല്ലെങ്കിൽ നല്ല കംഫർട്ടബിളുമാണ്, എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് ചോയ്സ് നോക്കിയിട്ട് വേണം ഈ രണ്ട് വണ്ടികൾ തമ്മിൽ സെലക്ട് ചെയ്യുക. പിന്നെ ടെസ്റ്റ് റൈഡ് അടിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത്, സ്യൂട്ടബിൾ ആയതെന്ന്. ഈ വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്. ഇച്ചിരി സോഫ്റ്റ്നെസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വണ്ടി നല്ല കംഫർട്ടബിളാണ്. നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഒരു എൻഫീൽഡൊക്കെ ഓടിക്കുന്ന വൈബിൽ. എൻഫീൽഡ് മീൻ ഞാൻ പറയുന്നത് 350 നമ്മുടെ ബുള്ളറ്റിൻ്റെയും ക്ലാസിക്കിൻ്റെ സ്റ്റാൻഡേർഡ്സില്ല കേട്ടോ. അല്ലാതെ ഇനി GT മറ്റേ ഹിമാലയൻ്റെ ഒന്നും കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. റിലാക്സ് ചെയ്ത് നമ്മൾ പണ്ടൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസിക്കിലും ഒക്കെ അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വലിയൊരു റിവ്യൂ വീഡിയോ ഒന്നും അല്ല. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ചൊരു റൈഡ് പോയപ്പം വണ്ടി ഒന്ന് ട്രൈ ചെയ്തിട്ടും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് എൻ്റെ ഫീല് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അല്ലാതെ ഞാൻ പ്രോപ്പർലി ഒരു റിവ്യൂ ഒന്നും ഇട്ടല്ല. ഇപ്പോൾ 3 ടൺ ഓടിച്ച എൻ്റെ ഒരു ഫീല് അത്രയേ ഉള്ളൂ. 3 ടൺ ഓടിച്ച് ശീലിച്ച് എൻ്റെ ഒരു ഫീലുണ്ടല്ലോ ഈ വണ്ടി ഓടിക്കുമ്പോൾ, അത് ജസ്റ്റ് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതേ ഉള്ള വീഡിയോ. ഞാൻ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ ബ്രോയോട് ചോദിച്ചാൽ മതി. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.